الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, കാരുണ്യത്തിന്റെ നിറകുളങ്ങളായ രക്ഷിതാക്കളെ, വിജ്ഞാനദാഹികളായ കൂട്ടുകാരെ, നമ്മുടെ ബദറുൽ ഇസ്ലാം മദ്രസയുടെ കലാവിരുന്നിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു രണ്ട് ലോകവും വിജയിപ്പിക്കുന്നവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? ലോക ചരിത്രത്തിൽ ഇത്രയധികം സ്നേഹിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട, ആദരിക്കപ്പെട്ട മറ്റൊരു നേതാവ് ഇല്ല എന്ന് 100% സത്യമാണ്. 1500 വർഷങ്ങൾക്കപ്പുറം ലോകത്ത് വർണ്ണ വിവേചനത്തിലും വർഗഭാഷാപരമായ സംഘടിത വീക്ഷണത്തിലും ജാതീയ ചിന്തകളുമായി തകർന്നടിച്ചപ്പോൾ ദുഷിച്ച വർഗ വിവേചനത്തിനെതിരെ, വർഗഭാഷാപരമായ സംഘടിത വീക്ഷണത്തിനെതിരെ, ലൈംഗിക അരാജകത്വങ്ങൾക്കെതിരെ, സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെ പടനയിച്ച് വർഗവർണ്ണ വെറിയന്മാരുടെ സകല മനക്കോട്ടങ്ങളും തട്ടിത്തരപ്പണമാക്കി വിശ്വസാഹോദര്യത്തിന്റെ സുന്ദര സന്ദേശം ലോകത്ത് മുഴക്കി പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹത്തിന് മുഴക്കി ലോകത്ത് അത്ഭുതങ്ങളുടെ അലമാലകൾ സൃഷ്ടിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി പ്രപഞ്ചത്തിന്റെ ആവേശമാണ്. ലോക ചരിത്രത്തിലെ മഹാ അത്ഭുതമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്തെ തത്വശാസ്ത്രത്തിന്റെ വിപ്ലവകരും മത അധ്യക്ഷന്മാരും നവോത്ഥാന നായകരും ആ പച്ചയായ സത്യം ലോകത്തോട് പറഞ്ഞിട്ടാണ് കടന്നുപോയത്. സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസൻ, രാജാറാം മോഹൻ റോയ്, ലോകമാന്യ തിലക്, ലാലാ ലാജ്പത് റോയ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, സരോജിനി നായിഡു, അങ്ങനെ തുടങ്ങി ഭാരത ജന്മപുത്രന്മാരുടെ നീണ്ട പരമ്പര മുഹമ്മദ് റസൂലുള്ളാഹിയെ പഠിക്കുകയും അവിടുത്തെ മഹത്വത്തെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയും അവിടുത്തെ തിരുവ്യക്തിത്വത്തിന്റെ മുമ്പിൽ തലകുനിക്കുകയും ചെയ്തിട്ടാണ് കടന്നുപോയത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, നിങ്ങൾ മനസ്സിലാക്കുക, ആ പ്രവാചകനെ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മുടെ സമുദായത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപചാരമാണ് ആ പ്രവാചകനെ പഠിക്കാതെ, അവിടുത്തെ മഹിമ മാതൃകൾ ഉൾക്കൊള്ളാതെ സിനിമയിലുള്ള പേക്കൂത്തുകൾക്ക് ജീവിതം മാറ്റിവെച്ചപ്പോൾ, തിരുനബിയോടുള്ള സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ച് നെയ്മറിന്റെയും മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കട്ടൗട്ട് വെക്കാനും അവർക്ക് വേണ്ടി തുള്ളാനും ഉറക്കമൊഴിക്കാനും സമയം കണ്ടെത്തിയപ്പോൾ ഈ സമുദായത്തിന്റെ പരാജയം അവിടെ തുടങ്ങി. അല്ലാഹു ഈ സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി ചെസ് നമ്പർ 111, ചെസ് നമ്പർ 111. अस्सलामु अलैकुम.